ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾക്ക് പറ്റുന്ന 5 ടൂളുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ്സുകൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് മാർക്കറ്റിങ്ങിനും കമ്മ്യൂണിക്കേഷനും സെയിൽസിനും അനലിറ്റിക്സിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൂൾസാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ കണ്ടൻറ്റ് ക്രിയേഷനും പിന്നെ നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ ബിസിനസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കുന്ന കുറച്ച് ബിസിനസ് ടൂളുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലാണ്. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഡിജിറ്റൽ ഫേസ് തരികയാണ് ഗൂഗിൾ ബിസിനസ് ചെയ്യുന്നത്, ബിസിനസ് പ്രൊഫൈൽ ചെയ്യുന്നത്. നമ്മളപ്പം നമ്മൾക്കൊരു ബിസിനസ്സുണ്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് XYZ എന്നാണെങ്കിൽ നമ്മൾ ആ ഒരു പേരിൽ ഒരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു രീതിയിൽ അത് കയറി വരും. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴൊക്കെ നമ്മുടെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഇതിപ്പോൾ മൊബൈൽ സ്ക്രീനാണ്, വെബിലും അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ വിസിബിൾ ആകും. അതിനകത്ത് നമ്മുടെ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും, നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം, നമ്മുടെ ഡയറക്ഷൻ, നമ്മുടെ പ്ലേസിലേക്ക് വരാനുള്ള ഡയറക്ഷൻസ്, കാര്യങ്ങൾ അങ്ങനെ ഉള്ളതെല്ലാം കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് വർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ₹1 പോലും നമുക്ക് ചിലവില്ല. നമുക്ക് ഇത് മാപ്പിനകത്ത് നമ്മുടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളാണ് അവർ ഈ പേജിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ, ഗൂഗിൾ ബിസിനസ് എങ്ങനെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ടൂളാണ് ഗൂഗിൾ ആഡ്സ്. ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട് ചില കണ്ടൻറ്റുകൾ സ്പോൺസേർഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതെഴുതി മുകളിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരു എമൗണ്ട് ഗൂഗിളിന് കൊടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ നമ്മളെന്താണ് ആഡ് കൊടുത്തേക്കുന്നത് ആ ആഡിനെ പ്രൊമോട്ട് ചെയ്യാനാണ് പറയുന്നത്. ആ ആഡ് നമ്മൾ കൊടുക്കുന്നത് ഗൂഗിൾ ആഡ്സ് വഴിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്കൊരു ഗൂഗിൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ ആഡ്സിലൂടെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ യൂട്യൂബ്, ഡ്രൈവ്, അങ്ങനെ ഉള്ള യൂട്യൂബിൻ്റെ എല്ലാ സർവീസിലൂടെയും നമ്മുടെ ആഡുകൾ പുഷ് ചെയ്യും. എന്നിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ്. ഗൂഗിൾ സെർച്ച് വരും, ഷോപ്പിംഗ്, വീഡിയോ, യൂട്യൂബാണ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എല്ലാം വരും. അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും, നമ്മുടെ ലീഡ്സ് മാക്സിമം ആക്കാൻ പറ്റും, ഓൺലൈൻ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് തോന്നുന്നവർ ഇത് പഠിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സൈറ്റാണ്, ഫ്രീ സൈറ്റാണ് അടുത്ത പറയുന്നത്. ഇതിൻ്റെ പേരാണ് canva.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് എത്താൻ പറ്റും. എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒട്ടനവധി ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡോക്യുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, വീഡിയോസ്, അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണോ അതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനുള്ള പോസ്റ്റുകൾ, കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രീ ഉണ്ട്, നമുക്ക് ക്യാൻവ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീമിയം അക്കൗണ്ട് ഉണ്ട്. പ്രീമിയം അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ, അതായത് അവരുടെ തന്നെ ടെംപ്ലേറ്റുകൾ, കാര്യങ്ങളൊക്കെ ഒത്തിരി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അത് ഒത്തിരി എളുപ്പമുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സ് ആണ്. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ എത്ര ആൾക്കാർ കയറുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോർമൽ വെബ്സൈറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഗൂഗിൾ അനലിറ്റിക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമുക്ക് എത്ര ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, അത് ഏതേത് ലൊക്കേഷനിൽ നിന്നാണ് വിസിറ്റ് ചെയ്തത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് എന്ത് സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ വെബ്സൈറ്റിലെത്തിയത്, അങ്ങനെയുള്ള അനലിറ്റിക്സ് മുഴുവൻ നമുക്കറിയാൻ സാധിക്കും. ഈ അനലിറ്റിക്സ് അറിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ
ഒരു പ്രോഡക്റ്റ് വെബ്സൈറ്റ് ആണെങ്കിൽ ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൽ ഏത് സർവീസിനാണ് കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമ്മുടെ അഞ്ചാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയുള്ള സോഷ്യൽ മീഡിയകളാണ് നമ്മുടെ അഞ്ചാമത്തെ ടൂളായിട്ട് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് നമ്മുടെ വിസിബിലിറ്റി കൂട്ടും. അതായത് വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റ് ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇട്ടു, ആ പ്രോഡക്റ്റ് പല ആൾക്കാർ കാണുമ്പോഴത്തേക്കിന് അവർക്ക് ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാകുന്നു. അതെ, ആ ബ്രാൻഡ് എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവുന്നു. സോ അതുകൊണ്ട് അഞ്ചാമത്തെ ടൂൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അത് നമുക്ക് യൂട്യൂബ് വീഡിയോ വഴി ഇടാം, ഫേസ്ബുക്കിൽ വീഡിയോ വഴി ഇടാം, അല്ലെ ഫോട്ടോസായിട്ടിടാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസായിട്ടിടാം, അല്ലെങ്കിൽ വീഡിയോസായിട്ടിടാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. നമ്മുടെ 5 ടൂളുകൾ നമ്മൾ പറഞ്ഞു: ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, ഗൂഗിൾ ആഡ്സ്, ക്യാൻവ ആൻഡ് ഗൂഗിൾ അനലിറ്റിക്സ്, ദെൻ സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയാസ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.